ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് വിത്ത് എ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റോക്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരും. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ റോക്സ്. ദ ലിത്തോസ്ഫിയർ അക്വേഴ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ മെറ്റീരിയൽ വിത്ത് വിച്ച് ഇറ്റ് ഈസ് മെയ്ഡ്. ലിത്തോസ് മീൻസ് റോക്ക്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത്. അതായത് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ശിലാമണ്ഡലമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ് എന്ന അതിൻ്റെ മീനിങ് റോക്ക് എന്നാണ്, ശില അല്ലെങ്കിൽ പാറ എന്നാണ്. ആ വേർഡിൽ നിന്ന് ആണ് ആ പേര് ലഭിച്ചിരിക്കുന്നത്. ഇഫ് യു ലുക്ക് അറൗണ്ട് യു ക്യാൻ സീ റോക്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഹാർഡ്നെസ്. നമ്മുടെ ചുറ്റും നമുക്ക് കണ്ണോടിച്ചാൽ വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുമുള്ള ശിലകൾ നമുക്ക് കാണാൻ കഴിയും, റോക്സ് നമുക്ക് കാണാൻ കഴിയും. ദിസ് ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കോൺസ്റ്റുവൻസ്. ഈ ഒരു ഡൈവേഴ്സിറ്റിക്ക് കാരണം അല്ലെങ്കിൽ വൈവിധ്യത്തിന് കാരണം എന്ന് പറയുന്നത് അതിലെ ഘടകങ്ങളാണ്. ദി കോൺസ്റ്റുവൻസ് ഓഫ് റോക്സ് ആർ കോൾഡ് മിനറൽസ്. അങ്ങനെയുള്ള ഘടകങ്ങളെ പറയുന്ന പേരാണ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ. More than 2000 minerals such as silica, mica, hematite, bauxite, etc. have been identified on Earth. അതായത് 2000-ലധികം ധാതുക്കൾ ഭൂമിയിലുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ധാതുക്കൾക്ക് എക്സാമ്പിളാണ് സിലിക്ക, അബ്രം എന്ന് പറയുന്നത്, മൈക്ക, ദെൻ ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, ഇതെല്ലാം ധാതുക്കളാണ്. Based on the mode of formation, rocks can be classified into 3: igneous, sedimentary and metamorphic. ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ 3ആയി തിരിച്ചിരിക്കുന്നു. ഇഗ്നിയസ് മീൻസ് ആഗ്നേയ ശിലകൾ, ദെൻ സെഡിമെൻ്ററി മീൻസ് അവസാദ ശിലകൾ, മെറ്റാമോർഫിക് മീൻസ് കായാന്തരിത ശിലകൾ. ഫസ്റ്റ് വൺ, igneous rocks. Igneous rocks are formed by the molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. അതായത് ഭൂവൽക്കത്തിൻ്റെ വിടവുകളിലൂടെ മുകളിലേക്ക് ഒരു ശിലാദ്രവം വരുമെന്ന് പറഞ്ഞിരുന്നു. ആ ശിലാദ്രവം ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്ത് ശിലകളായി രൂപപ്പെടുന്നു. അങ്ങനെയുള്ള ശിലകളാണ് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്. As all other rock types are formed from the igneous rocks, they are called primary rocks. അതായത് ഇനി പറയാൻ പോകുന്ന ശിലകളെല്ലാം ആഗ്നേയ ശിലയ്ക്ക്, അതായത് ഇഗ്നിയസ് റോക്സിന് രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ ഇഗ്നിയസ് റോക്സിന് നമുക്ക് പ്രൈമറി റോക്സ് അല്ലെങ്കിൽ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഈസ് സെഡിമെൻ്ററി റോക്സ്. റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. ദ ഡെബ്രിസ് formed will be deposited in the low regions as layers. These materials gradually get lithified and transformed into sedimentary rocks. Example sandstone, limestone. അതായത് കാലങ്ങൾ കഴിയുന്തോറും ശിലകൾ ക്ഷയിച്ചു പൊടിയും. ഈ അവസാദങ്ങൾ, അതായത് ഈ സെഡിമെൻറ്റ്സ് താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടും. അവ പിന്നീട് ഉറച്ച് വിവിധ തരം അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സ് ആയി മാറുന്നു. മനസ്സിലായല്ലോ? അതായത് കാലങ്ങൾ കഴിയുന്തോറും ശിലകൾ പൊടിഞ്ഞ് അതിൻ്റെ അവസാദങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സെഡിമെൻറ്റ്സ് വിവിധ തരം ശിലകളായി, പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ശിലകളാണ് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സ്. എക്സാമ്പിൾ മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് മണൽക്കല്ലും ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് ചുണ്ണാമ്പുകല്ലുമാണ്. As the sedimentary rocks are formed in layers, they are also known as stratified rocks. അതായത് പാളികളായിട്ടാണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ സെഡിമെൻറ്റ്സ് എല്ലാം പാളികളായിട്ടാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ സ്ട്രാറ്റിഫൈഡ് റോക്സ് അല്ലെങ്കിൽ മലയാളത്തിൽ അടുക്കുശിലകൾ എന്ന് പറയുന്നു. നെക്സ്റ്റ്, മെറ്റമോർഫിക് റോക്സ്. വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, മെറ്റമോർഫിക് റോക്സ് ആർ ഫോംഡ്. എക്സാമ്പിൾ മാർബിൾ, സ്ലേറ്റ്. ഉയർന്ന മർദ്ദം മൂലമോ പ്രഷർ അല്ലെങ്കിൽ താപം, ടെമ്പറേച്ചർ മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ മാർബിളും സ്ലേറ്റും. മെറ്റാമോർഫിക് റോക്സ് ആർ പ്രോമിനൻറ്റ് ഇൻ കേരള. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മെറ്റാമോർഫിക് റോക്സ് ആണ്. The rocks may not remain in their original form forever. They are subjected to several changes over time. Observe the diagram and fill in the blanks.
അതായത് ശിലകൾ ഒരിക്കലും രൂപപ്പെട്ട അവസ്ഥയിൽ തന്നെ നിലനിൽക്കില്ല. അവ കാലങ്ങൾ കഴിയുന്തോറും പലതരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ആഗ്നേയശില അവസാദശില കായാന്തരിത ശിലയാവും, പിന്നീട് അത് വീണ്ടും ആഗ്നേയശിലയായി മാറും. അപ്പോൾ ആ പിക്ചറിൽ തന്നിരിക്കുന്ന ഒരു ചാർട്ട് എന്ന് പറയുന്നത് റോക്ക് സൈക്കിളാണ്, അല്ലെങ്കിൽ ശിലാചക്രം എന്ന് പറയും. ഒരു ശില മറ്റൊരു ശിലയിലേക്ക് എങ്ങനെയാണ് മാറുന്നത് എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇഗ്നിയസ് റോക്ക്, ആഗ്നേയശില പൊടിഞ്ഞ് അടുക്കുകളായി അവസാദ ശില അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സായി മാറും. ഈ സെഡിമെൻ്ററി റോക്സ് ഉയർന്ന പ്രഷർ മൂലം കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്കായി മാറും. മെറ്റമോർഫിക് റോക്ക് ഉരുകി ശിലാദ്രവമായി മാറുന്നു, ലാവ ഓർ മാഗ്മയായിട്ട് മാറുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ശിലാദ്രവമായ ആ ഒരു കാര്യം പിന്നീട് വീണ്ടും തണുത്തുറഞ്ഞാണ് ഇഗ്നിയസ് റോക്സ് ആയി മാറുന്നത്. അങ്ങനെ ഈ ചക്രം, ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ശിലാചക്രം അല്ലെങ്കിൽ റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. റോക്ക് സൈക്കിളിൽ ഒരു ശിലയും അതേ രീതിയിൽ തന്നെ നിലകൊള്ളുന്നില്ല, അത് മാറിക്കൊണ്ടേയിരിക്കും, അടുത്ത സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് മലയാളത്തിൽ പറയും. യു ഹാവ് ലേൺഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ്. വിവിധതരം ശിലകളെ പറ്റി നമ്മൾ പഠിച്ചു. ദേ അണ്ടർഗോ വേരിയസ് ചേഞ്ചസ് വിത്ത് ടൈം. അവ കാലാന്തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞു, ഒരു ശിലയും അതേ രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നില്ല, കാലങ്ങൾ കഴിയുന്തോറും അവയ്ക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. സച്ച് ഡിസൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിങ്. അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് വിളിക്കുന്നത്. ഈ ശിലകൾ പൊട്ടിപ്പൊടിയോ വിഘടിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് അപക്ഷയം അല്ലെങ്കിൽ വെതറിങ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് റോക്സ് ചേഞ്ച്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ ശിലകൾക്ക് രാസപരമായിട്ടും മാറ്റങ്ങളുണ്ടാവും, ഭൗതികപരമായിട്ടും മാറ്റങ്ങളും, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. ഫെമിലിയറൈസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിങ് ഫ്രം ദ ഫ്ലോ ചാർട്ട് ബിലോ. ഒരു ഫ്ലോ ചാർട്ട് താഴെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പല ടൈപ്പ് ഓഫ് വെതറിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, മലയാളത്തിൽ ഭൗതിക അപക്ഷയം എന്ന് പറയും. ദ എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ റിസൾട്ട്സ് ഇൻ വെതറിങ്. അതായത് താപത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണം, താപത്തിൽ കൂടുതലോ കുറവോ കാരണം ഉണ്ടാവുന്ന ഈ ശിലാധാതുക്കൾക്ക്, മിനറൽസിന് ഉണ്ടാകുന്ന വികാസവും സങ്കോചവും ആണ് ഈ ഭൗതിക അപക്ഷയത്തിൻ്റെ കാരണം. ഡിസൻറ്റഗ്രേഷൻ ഓൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്രീസിങ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്സ്. അതായത് ഈ വിള്ളലുകൾ ഉണ്ടാവും ശിലകളിൽ, ആ വിള്ളലുകൾക്കകത്ത് ജലം തണുത്തുറഞ്ഞുകൊണ്ടും ശിലകൾ പൊടിയും. അങ്ങനെയുള്ള അങ്ങനെ പൊടിയുന്നതിനെയാണ് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. കെമിക്കൽ വെതറിങ് ആ വേർഡിൽ നിന്ന് നമുക്ക് കിട്ടും. കാരണം കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടുണ്ടാവുന്ന വെതറിങ്ങിനെയാണ് കെമിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. എന്താണ് കെമിക്കൽസ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര റിയാക്ട് വിത്ത് ദ മിനറൽസ്. നമ്മൾ പറഞ്ഞു ശിലകൾക്കുള്ളിൽ മിനറൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ മിനറൽസുമായിട്ട് ഈ കെമിക്കൽസ് റിയാക്ട് ചെയ്യും. ഏതൊക്കെ കെമിക്കൽസ്? ഓക്സിജനോ കാർബൺ ഡൈ ഓക്സൈഡോ വാട്ടറോ അങ്ങനെയുള്ള കെമിക്കൽസൊക്കെ അതിനകത്തുള്ള മിനറൽസുമായിട്ട് റിയാക്ട് ചെയ്യും. അത് മൂലം ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കും. അതായത് രാസപരമായിട്ട് ശിലകൾ പൊടിയാൻ തുടങ്ങും. നെക്സ്റ്റ് ഈസ് ബയോളജിക്കൽ വെതറിങ് അല്ലെങ്കിൽ ജൈവിക അപക്ഷയം. ദ പ്ലാന്റ്സ് റൂട്ട്സ് പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫിഷേഴ്സ് ഇൻ റോക്സ്, burrowing of animals and the decomposition of plant and animal remains lead to weathering. Apart from these, human activities such as mining and quarrying also lead to weathering. അതായത് സസ്യങ്ങളുടെ വേരുകൾ ശിലകളുടെ ഈ പാറകൾക്ക് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുകയും സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളുടെ ജീർണനവും ഒക്കെ അപക്ഷയത്തിന് കാരണമാകും. അതുകൂടാതെ മനുഷ്യൻ്റെ പ്രവൃത്തികളും ഈ ബയോളജിക്കൽ വെതറിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. എക്സാമ്പിളായിട്ട് ഖനനം, മൈനിങ്, പിന്നെ പാറ പൊട്ടിക്കൽ, ക്വാറീസ്, അതെല്ലാം ജൈവിക അപക്ഷയത്തിൽ ഉൾപ്പെടുന്നതാണ്. Next is weathering and humans. Look at the following pictures. What are the human activities that led to the weathering of rocks? മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് വെതറിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്തൊക്കെ തരം പ്രവൃത്തികളാണ് മനുഷ്യൻ ചെയ്യുന്നത്? പാറ പൊട്ടിക്കൽ, മൈനിങ്, പിന്നെന്താണ് മണ്ണ് മാറ്റൽ, മല നികത്തൽ, അങ്ങനെയുള്ള പലതരം പ്രവൃത്തികൾ, മനുഷ്യൻ്റെ പ്രവൃത്തികളും ഇതുപോലെ ഒരു വെതറിങ്ങിന് കാരണമാകും. Weathering helps human in many ways. Minerals in rocks get extracted, helps in mining, causes soil formation.
അപ്പോൾ ഈ അപക്ഷയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ വെതറിങ് പ്രോഗ്രാംസ് മനുഷ്യനെ പല രീതിയിൽ സഹായിക്കാറുണ്ട്. അതായത് അതിനകത്ത് മിനറൽസ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും, ശിലകളിലെ ധാതുക്കൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, മൈനിങ് നമുക്ക് നടത്താൻ പറ്റും, അപക്ഷയം മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകും. ഈ വെതറിങ് എന്ന് പറയുന്നത് പുതിയ മണ്ണുണ്ടാവുന്നതിന് കാരണമാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോയിൽ ഇവോൾവ്സ്. Soil is a natural resource that you are very familiar with. How is soil formed? The soil we see today is formed by prolonged processes like weathering of rocks and decomposition of organic matter. It is estimated that more than 1,000 years is required for the formation of an inch thick layer of soil. അതായത് നമുക്ക് ഒത്തിരി അധികം ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള പ്രകൃതി വിഭവമാണ് മണ്ണ്. മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഇങ്ങനെയുള്ള വെതറിങ് പ്രക്രിയയിലൂടെ, അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവ അവശിഷ്ടങ്ങൾ ജീർണിച്ച് ചേർന്നും അങ്ങനെ ഒരുപാട് നാളത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണമെന്നാണ് പറയുന്നത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. Next, pedology is the branch of science that deals with the soil. The scientists associated with this branch are called a pedologist. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനെ പെഡോളജിസ്റ്റ് എന്ന് പറയുന്നു. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. നെക്സ്റ്റ് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന ഒരു ടോപ്പിക്കാണ് അടുത്തത്. മണ്ണിൻ്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്നാമത്തേത് ക്ലൈമറ്റ്, കാലാവസ്ഥ, രണ്ടാമത്തെ ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി അനുസരിച്ച് മണ്ണിൻ്റെ രൂപത്തിന് മാറ്റം സംഭവിക്കും. ദെൻ പേരൻ റോക്ക്, ദെൻ സമയത്തിനനുസരിച്ച് മണ്ണിൻ്റെ അവസ്ഥയിൽ മാറ്റം വരും. ദെൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് മണ്ണിൻ്റെ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും